എൻ ചാരമേ ഞാൻ കാണുന്നു എൻ സ്നേഹസഖിയായി. ഈ ലോകസഖികൾ എല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകനായും ദൈവമേ അല്ലാതില്ലാരും യേശു മാത്രം മതി എനിക്കേതും പ്രിയനും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 40-ാം സങ്കീർത്തനം 15-ാം വാക്യം. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം സ്തംഭിച്ച് പോകട്ടെ. സങ്കീർത്തനകനായ ദാവീദ് നീതിക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്നു. സ്വന്തം നാണക്കേടും പരാജയവും കണ്ട് പരിഹസിക്കുന്നവരെ പരിഭ്രാന്തരാക്കാനും ആശയക്കുഴപ്പത്തിലാക്കുവാനും ദൈവത്തോട് ആവശ്യപ്പെടുന്നു. സങ്കീർത്തനക്കാരൻ ശത്രുക്കളുടെ പരാജയം മാത്രമല്ല, അവരുടെ പൂർണ്ണവും പരസ്യവുമായ അപമാനത്തിനു വേണ്ടിയാണ് ദൈവത്തോട് യാചിക്കുന്നത്. തന്നെ പരിഹസിക്കുന്നവർ ദൈവത്തോട് തന്നെ ശത്രുത കാണിക്കുന്നുണ്ടെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രാർത്ഥന ദൈവമുൻപിൽ സമർപ്പിക്കുന്നത്. നമ്മുടെ വേദനയിലോ പരാജയങ്ങളിലോ മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ ദൈവം നീതിയോടെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യുമെന്ന് ദാവീദ് വിശ്വസിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ദൈവത്തെ പിന്തുടർന്ന് നാം ജീവിക്കുമ്പോൾ ദാവീദിനെ പോലെ നാമും പരിഹസിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്യാം. അപ്പോൾ ദാവീദിനെ പോലെ നമുക്ക് പ്രതികാരം ചെയ്യാതെ ദൈവത്തിൻ്റെ സഹായത്തിനായി അപേക്ഷിക്കാം. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ വിടുവിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, മറ്റുള്ളവർ എന്നെ പരിഹസിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുമ്പോൾ നീ എന്നെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിപ്പാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.